ഞാനിത്തിരി താമസിച്ചു. ടൗണിൽ നിന്നിട്ട് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അല്ല, വരൂന്നല്ലാതെ ഇന്ന് വരുന്നു ആവശ്യം പറഞ്ഞില്ല. ആളെത്തിപ്പോയി. ഇത് ഇമ്മാനുവൽ സാറ്, പയ്യന്റെ ചേട്ടനാ. പറഞ്ഞു വരുമ്പോ നമ്മുടെ നാട്ടുകാരനാ, പുല്ലാട്. വാട്ടർ അതോറിറ്റിയില്ല. ഇത് പിന്നെ പറഞ്ഞതിന്റെ കാര്യമില്ലല്ലോ. പയ്യൻ ഇത് മൂത്ത കാരണോടെ ഭാര്യ റോസക്കുട്ടി സാറ്, ചെറുതോണി പഞ്ചായത്ത് ഓഫീസിലാ. പെങ്കൊച്ചിനെ ഇന്ന് തന്നെ കാണിച്ചു കൊടുക്കണമെന്ന് ഒരേ നിർബന്ധം. എന്നാ അങ്ങനെ ആട്ടെ എന്ന് ഞാനും. എന്നാ വാവച്ചൻ പിന്നെ ഒന്നും പെൻഡിങ്ങിൽ വെക്കുന്ന കൂടുതലല്ലോ. ഞാനിപ്പോ വരാം. മോള് പാല് കുടിച്ചാലേ അമ്മ ഇതാരാ? അപ്പാപ്പന്റെ ചക്കര കുട്ടിയാ. എടി കൊച്ചേ, അവര് നിന്നെ കാണാൻ വന്നതാ, അല്ലാതെ ഇന്ന് കെട്ടിക്കൊണ്ടൊന്നും പോകത്തില്ല. അവര് വന്നിട്ട് തോനെ നേരായി സാറേ. കൊച്ചിനെ എവിടെ നിർത്തിയിട്ട് മോളെ വിളിപ്പിക്കേ. മധുവമ്മേ, ആ ചായ എടുത്തേ. സാമുവൽ സാറ് കുമ്പനാട്ടുകാരനാ. 20 കൊല്ലമായിട്ട് ഇവിടെ. 26 തികയുന്നു ഈ മാർച്ച് കഴിയുമ്പോ. കൊച്ചിന്റെ പേരെന്നാ? ഷേർലി. സാമുവൽ സാറിന്റെ ഭാര്യ ഹെൽത്ത് സർവീസിലായിരുന്നു. ഒരു 17 വർഷമായി കാണുമില്ലേ സാറേ? മഞ്ഞപ്പിത്തമായിരുന്നു. ആൾക്കാരുടെ രക്തം പരിശോധിച്ച് രോഗം കണ്ടുപിടിക്കുന്ന ആള് സ്വന്തം രോഗം കണ്ടുപിടിച്ചില്ല. ലാബറട്ടറി ടെക്നീഷ്യൻ ആയിരുന്നു. ചടങ്ങ് പ്രകാരം അങ്ങോട്ട് വരാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. സാറിന്റെ കല്യാണം ഒരു ഏടാകൂടം ആയിരുന്നേ. പ്രേമവിവാഹത്തിന് ഏടാകൂടം എന്നാണോടോ പറയാ? ലില്ലിക്കുട്ടി ഞാനും 1ാം ക്ലാസ് മുതൽ കോളേജ് വരെ ഒരുമിച്ച് പഠിച്ചവരാ. തിരുവല്ല മാർത്തോമ കോളേജില്. ഇമ്മാനുവൽ സാറും അവിടാ പഠിച്ചത്. സാമുവൽ സാറിന്റെ ഒളിച്ചോട്ടവും കല്യാണവും മതമാറ്റവും ഒക്കെ പാവച്ചൻ പറഞ്ഞു. ഒരു സിനിമാ കഥ പോലെ വിവരിച്ച്. അതെ അതെ, രണ്ടും പാട്ടും ഒക്കെ ഉള്ള ഒരു സിനിമാ കഥ. കഥയുടെ അവസാനം കുറച്ച് ട്രാജഡി ആയിപ്പോയി. നായകനെ തനിച്ചാക്കി നായിക അങ്ങോട്ട് പോയി. ഒക്കെ ദൈവത്തിന്റെ ഓരോ പദ്ധതികള്, അല്ലാതെ എന്താ. ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നോ? സാറിന്റെ മൂത്ത മകളാ, പൈനാവിൽ അയച്ചിരിക്കുന്നത്. ചെറുക്കൻ സെയിൽ ടാക്സിലെ ഡ്രൈവറാ. അതിന്റെ ഇടപാട് ഞാനായിരുന്നു. അല്ല, ഇളയ കൊച്ചു പള്ളിക്കൂടത്തിന്ന് വന്നില്ലായോ? +2 പഠിക്കുന്നത്. ലിസമ്മ എല്ലാത്തിനും ഫസ്റ്റാ. അതിനെ ഒരു ഡോക്ടർ ആക്കണമെന്നാ സാമുവൽ സാറിന്റെ ആഗ്രഹം. അല്ല, ഇപ്പോഴത്തെ കാലത്ത് ഡോക്ടറാക്കാൻ ശ്രമിച്ചെങ്കിലേ പിള്ളേര് നഴ്സെങ്കിലും ആകൂ. മോളുടെ പേരെന്നതാ? അയ്യോ, വലിയ പാട്ടുകാരി മിമിക്രിക്കാരി ഒക്കെയാ. ആ മിമിക്രി ഒന്ന് കാണിച്ചു കൊടുത്തേ മോളെ. രണ്ടുപേരുടെ ആയിക്കോട്ടെ മോളെ. ഇനി ആ സുരേഷ് ഗോപി ഒന്ന് കാണിച്ചേ. വല്ല പുക്കാർ ഒപ്പിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ആ അതേന്നാ തോന്നുന്നേ. വന്നു കയറി കുറച്ചു നേരം മുറിക്കാത്തിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നതാന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. നയന പറഞ്ഞു ഇന്നലെ രാത്രി ജോണിച്ചായനുമായി മുട്ടം വഴക്കായിരുന്നെന്ന്. ജോണിച്ചായനെ സസ്പെൻഡ് ചെയ്തേക്കുവാ. ജീപ്പിന്റെ ബാറ്ററി എടുത്ത് ബാർ കൊണ്ട് വിറ്റെന്നു. ബാറ്ററിയല്ലേ വിറ്റുള്ളൂ, അവന്റെ കുടിയുടെ ചെലവ് വെച്ച് നോക്കിയാ ജീപ്പാ വിൽക്കേണ്ടത്. പപ്പ ഒന്നും ചോദിക്കണ്ട, ചോദിച്ചാ പിന്നെയും കരച്ചിൽ തുടങ്ങും. ഞാനൊന്നും ചോദിക്കുന്നില്ല. കൊമ്പത്തെ തറവാട്ടിനൊരു ബന്ധം വന്നപ്പോ ഒന്നും അന്വേഷിച്ചില്ല. പഠിച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ പിടിച്ച് ഒക്കെ അവളുടെ തലയിലെഴുത്ത്. എന്താടി, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖാ പപ്പ. ജോണിക്കുട്ടി എന്തു പറയുന്നു? ജോണിച്ചായന് ഈ ആഴ്ച ഓഫീസിൽ കുറച്ച് ദൂരേക്ക് ഓട്ടോ ഉണ്ട്. തിരുവനന്തപുരത്തോ കോട്ടയത്തോ എങ്ങാണ്ടൊക്കെ പോണം. പിന്നെ സിസ്ലാമ്മ അവിടെ ഇല്ല. ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് കരുതി ഞാനിങ്ങ് പോന്നതാ. അല്ല പപ്പ, ഈ വന്ന കൂട്ടർ എത്ര ചോദിക്കുന്നേ? അവരത്രക്കാരൊന്നുമല്ല. നമ്മൾ എത്ര കൊടുത്ത് കൊച്ചിന് ഇറക്കുന്നു അത്രയും. കച്ചവടക്കാർ എത്രയാ ഇവിടെ ഒന്ന് കാപ്പിയും കുടിച്ചിട്ട് പോയത്? 3 ലക്ഷം രൂപ സ്വത്ത് വീതം വെക്കും ഒരു ഭാഗം. അതിന് പപ്പ വല്ല വഴിയും കണ്ടിട്ടുണ്ടോ? നിനക്കെന്തായാലും ഒരു സംശയം. എടി, നിന്റെ പപ്പ ഈ ഏരിയയിൽ ഒരു പണച്ചാക്ക. ചാക്കിന്റെ ഇടയിൽ ഒരു വലിയ ഓട്ടോ ഉണ്ടെന്ന് മാത്രം. ഈ കൊച്ചിന്റെ കയ്യിൽ ഇത് ആരാ എടുത്തു കൊടുത്തേ?
പാപ്പ എന്നെ കൂടെ പഠിപ്പിക്കോ? ആ മോള് വലുതാവുമ്പോ അപ്പത് മോൾക്കായിട്ട് തരും കേട്ടോ. എടി കൊച്ചേ, ഇത് വായിച്ചു കേൾപ്പിച്ച ഈ അപ്പാപ്പൻ നിന്റെ വല്യമ്മച്ചിയെ തറവാട്ടിന്ന് ചാടിച്ചോണ്ട് വന്നത്. പണ്ട് അമ്മച്ചി ഉണ്ടായിരുന്ന കാലത്തെ ഒന്നും രണ്ടും പറഞ്ഞ് പപ്പയോട് പിണങ്ങിക്കഴിഞ്ഞാ പപ്പ ഇതെടുത്ത് തട്ടി ശബ്ദം ഉണ്ടാക്കും. അതോടെ അമ്മച്ചിയുടെ പിണക്കം പമ്പ കടക്കും. ഒരു കള്ളച്ചിരിയോടെ ഇതിന്റെ ശബ്ദം കേട്ട് നിൽക്കുന്ന അമ്മച്ചിയുടെ രൂപം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഒത്തിരി ഇണക്കങ്ങളും പിണക്കങ്ങളും കണ്ടതാടി പിള്ളേരെ ഇത്. അഞ്ചരക്കുള്ള സെന്റ് ജോർജ് വന്നു തോന്നുന്നു. ഇന്ന് ലിസമോക്ക് പ്രോഗ്രസ് കാർഡ് കിട്ടുന്ന ദിവസമാണ്. സൗമിനി മാഡം, ഞങ്ങളുടെ ലിസമ്മ മാഡം അഞ്ചരക്കുള്ള വണ്ടിക്കില്ലായിരുന്നോ? ഇല്ലായിരുന്നു, ചിലപ്പോ സ്പെഷ്യൽ ക്ലാസ് കാണും. ആ സൗമിനി മാഡത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിയോ? മിനിഞ്ഞാന്ന് കിട്ടി. ആ എങ്ങനെ, ഡോക്ടറോ എഞ്ചിനീയറോ? സയൻസിന് 80%. ആ കൺഗ്രാജുലേഷൻസ്. ഇവിടുത്തെ കക്ഷിക്ക് സയൻസിലേക്ക് മാർക്ക്. പീര് മേഡം അങ്ങനെ ഡോക്ടർമാരെ കൊണ്ട് നിറയട്ടെ. താങ്ക് യു അങ്കിൾ. പ്രോഗ്രസ് കാർഡ് കിട്ടട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ ഡോക്ടർ ആക്കണോ എഞ്ചിനീയർ ആക്കണോന്ന്. പപ്പ എന്നാത്തിന് എത്ര ചിരിക്കുന്നേ? പഠിക്കാനുള്ള കഴിവ് ദൈവം എല്ലാവർക്കും തന്നു വരത്തില്ല. ഇല്ല, സമ്മതിച്ചു. പക്ഷെ എന്തെങ്കിലും ഒരു കഴിവ്, എന്തെങ്കിലും. ആ നീ പോയ ഷർട്ടും തോർത്തിട്ട് വാ. സെന്റ് മേരീസ് വരെ നേരെ കിട്ടും. ഞാൻ പോയി ലിസമയെ കൂട്ടിട്ട് വരാം. ഈ പപ്പ അവള് വലിയ പഠിത്തക്കാരിയാണെന്നും പറഞ്ഞെടുത്ത് തലയിൽ വെച്ചേക്കുവാ. വണ്ടി ഇറങ്ങി കഴിഞ്ഞ എത്ര പേര് വഴിക്ക് വരാനുണ്ട്. അവരുടെ കൂടെ അവളിങ്ങ് പോരും. ഇള്ളക്കുട്ടിയൊന്നല്ലല്ലോ. ആ ഇള്ളക്കുട്ടിയല്ല, അതാ പ്രശ്നം. എന്റെ മോള് ഈ ബസ്സിലുണ്ടായിരുന്നില്ലേ? സെന്റ് തോമസിൽ പഠിക്കുന്ന കുട്ടിയല്ലേ? സ്കൂൾ പിള്ളേർ ആരും ഈ ട്രിപ്പിലുണ്ടായിരുന്നില്ലല്ലോ. ഇത് സാമുവൽ. ഇവിടെ 12Bയിൽ പഠിക്കുന്ന ലിസമ്മ സാമുവലിന്റെ ഫാദറാണ്. സ്കൂൾ വിട്ട് ഇത്രയും നേരമായിട്ടും കൊച്ചു വീട്ടിൽ വന്നിട്ടില്ല. ലിസമ്മ സാമുവൽ സെക്കൻഡ് പീരീഡ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയല്ലോ. മാർക്ക് കുറവുള്ള സ്റ്റുഡൻസ് പേരൻസിനെ വിളിച്ചുകൊണ്ടുവരേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഇന്ന്. പേരൻസിനെ കൂട്ടിക്കൊണ്ടുവന്ന് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞ് ലിസമ്മ സാമുവലിനെ മറ്റൊരു കുട്ടിയെയും പ്രിൻസിപ്പൽ വീട്ടിലേക്ക് മടക്കി വിട്ടിരുന്നു. ഇനി പേടിപ്പനിയെല്ലാം തലപ്പാറ ഭഗവതി മാറ്റിത്തരും കേട്ടോ. സൂക്ഷിച്ചിറങ്ങുള്ളൂ. അല്ല, ഇതാര് പ്രഭാകരനോ? ഓ തെറ്റി തെറ്റി തെറ്റി. ചാമുവല് ചാമുവല് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഓ അല്ലെങ്കിൽ തന്നെ നീ അവറ്റകളെ ഞങ്ങളുടെ ഉള്ളിലേക്ക് വിടുവോ? ഞങ്ങൾ കുറഞ്ഞവരല്ലേ? അതൊക്കെ അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവള് വല്ല നോട്ടോ പുസ്തകമോ കൂട്ടുകാരികളുടെ നിന്ന് വാങ്ങാൻ പോയതായിരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് പോകുന്ന നേരത്തെ അവള് വീട്ടിൽ തിരിച്ചെത്തി കാണും. അടുത്ത കൂട്ടുകാരികളുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചു, അവിടെ ഒന്നും ചെന്നിട്ടില്ല. അല്ല ഇനിയിപ്പോ ഗോപി പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങോട്ട് വന്നതിനിടയ്ക്ക് അവള് വീട്ടിലെത്തി കാണും. സ്കൂളിൽ പോകാൻ നേരം വല്ല വഴക്കോ വക്കാണോ ഉണ്ടായിരുന്നോ പ്രഭാര? ഓ ഇവിടുത്തെ പിള്ളേരുടെ ഓരോ രീതിയും പ്രവൃത്തി. ആ ഏതായാലും ആളെ പേരെ ഒന്നും അറിയിക്കണ്ട. പ്രായം തകഞ്ഞ കൊച്ചാ. ആൾക്കാരറിഞ്ഞ അത് മതി അതിന്റെ ജീവിതം നായ നക്കാൻ. നമുക്ക് ഇറങ്ങാൻ സാമൂല്. ഞാനും കൂടെ വരാമാവാ. എന്റെ ഷർട്ടും കെടുത്തടി. അല്ല എന്നതാടാ പ്രഭാര, നിന്റെ രണ്ടാമത്തെ മോടെ കല്യാണാലോചന മുറയ്ക്ക് നടക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. ഇനി എന്തിനാടാ രഹസ്യമാക്കി നടത്തുന്നത്? ദേ എന്റെ മോൻ കെട്ടി അവള് 3 മാസം വയറ്റ് കണ്ണിയോ. നിങ്ങളൊന്നും നാവടക്കുന്നുണ്ടോ? ദേവികയ്ക്ക് പറയാനുള്ളത് ഏത് മഹാരാജാവിന്റെ മുഖത്ത് നോക്കിയും പറയും. ഇല്ലെങ്കിലേ ദേവിക ചത്ത് തെക്കോട്ടെടുക്കണം. എടാ നിന്റെ മോളെ ഇവന് പെണ്ണ് ചോദിച്ചു വന്നപ്പോഴേ ഞാൻ നിന്റെ പെങ്ങളാണെന്ന് മറന്ന് നീ എന്നോട് പറഞ്ഞു ഒന്ന് ഞാൻ ചത്താലും മറക്കത്തില്ല. ഓ നീ വലിയ ക്രിസ്ത്യാനിയായി പോയില്ലേ? എന്റെ പൊന്നു തള്ളും നിർത്ത്. നേരം കാലം നോക്കാനുള്ള ഒരു വർത്താനം. നീ വെറുതെ ആദ്യം ഏറ്റണ്ടടാ.
പെണ്ണ് ചിലപ്പോ രജിസ്റ്റർ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി കാണും. തള്ള വേലി ചാടിയാലേ മകള് മതിരി ആടൂന്ന. അല്ല, എനിക്ക് മനസ്സിലാകാനായിട്ട് ചോദിക്കുക, നിങ്ങൾ ഈ പച്ചപ്പാതിരക്ക് പെങ്കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതിന്റെ അർത്ഥം എന്തുവാ? ലൈൻ ബസ് ആകുമ്പോ തോനെ ആൾക്കാർ കയറും പോകും. അവരൊക്കെ എവിടെ ഇറങ്ങുന്നു, എങ്ങോട്ട് പോകുന്നു, ഇതൊക്കെ നമ്മൾ എങ്ങനെ അറിയാനാ? കുഞ്ചറിയാച്ച മോൻ ടോമിച്ചോടൊന്ന് ചോദിച്ചു നോക്ക്. പുള്ളിക്കാരൻ ഈ പെങ്കൊച്ചിനെ പരിചയമുണ്ട്. ഓക്കെ, അവനിങ്ങനെ ചെക്കറായിട്ട് പോകുന്നത് കൊണ്ട് വണ്ടിയിൽ കയറുന്നവർക്കൊക്കെ അവനെ പരിചയം ഉണ്ടാവും. ചിലരൊക്കെ അവനും പരിചയം കാണും എന്ന് കരുതി ഇതൊരുമാതിരി എരണ്ടങ്ങട്ട് ഏർപ്പാടായി പോയി. കുഞ്ചറിയാച്ച ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയട്ടെ. എന്തുവാ? ഇങ്ങോട്ട് വന്നേ. ഇത് സാമുവലിന്റെ കാണാതായ മകൾ ലിസമ്മയുടെ പുസ്തകക്കെട്ടിനകത്ത് നിന്ന് കിട്ടിയതാണ്. കുഞ്ചറിയാച്ചന്റെ മകൻ അവൾക്ക് എഴുതിയ എഴുത്തുകളും ഫോട്ടോയും. എന്റെ കർത്താവേ, ഞാൻ എന്നതായി കേൾക്കുന്നേ? ഈ പെങ്കൊച്ചിന് എന്നാ വയസ്സ് കാണും? ഒരു 16 വയസ്സുണ്ടാവും. കർത്താവേ, വല്ല പോലീസുകാരുടെ കയ്യിലും പൊട്ട കഴിവടാമോ കുടുങ്ങുമല്ലോ. ഞാനിപ്പോ എന്നതാ ശേഖരൻ സാറേ ചെയ്യണ്ടേ? അന്വേഷിച്ച് കണ്ടുപിടിക്കണം, ഈ രാത്രി തന്നെ. അതിന് കുഞ്ചറിയാച്ചന് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. കാര്യം കോട്ടയം SP തോമസ് മാത്യു എന്റെ കസിനാ, ഇളയമേടെ മോൻ. പക്ഷെ ഈ പാതിരാത്രിക്ക് അവനെ വിളിച്ച് പറയാന്ന് വെച്ചാ പ്രശ്നം ഇതായി പോയില്ലേ? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെ അതെ, വെടിമരുന്നും തീപ്പെട്ടിയും ഒരിടത്തൊരുമിച്ച്. ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിച്ച് പറയാം. തോമസിനെ. എന്നതാ അച്ചായ? ഒന്നുമില്ല, നീ കിടന്നോ. ഹലോ, SP തോമസ് മാത്യു ഹിയർ. എന്നാ കുഞ്ചറിയാച്ചേ ഈ നേരത്ത്? ഞാൻ അന്വേഷിപ്പിക്കാം. എടാ, ഇത് നമ്മുടെ കുടുംബത്തിന്റെ മാനം കപ്പലേറുന്ന കാര്യമാ. നീ ആ ഹോട്ടലുകളിലൊക്കെ ഒന്ന് തപ്പിക്ക്. പറ്റിയ രാത്രി തന്നെ രണ്ടിനെയും പൊക്കണം. ആ പെണ്ണിന്റെ തന്ത ആളെയും കൂട്ടി വന്നിരിക്കുക. കുഞ്ചറിയാച്ചനൊന്നും വിഷമിക്കാതിരിക്കേ, നേരം വെളുക്കുമ്പോഴേക്കും പരിഹാരം ഉണ്ടാക്കാം. പേടിക്കാൻ ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ ഓക്കെയാ. വെട്ടം വീഴുന്നതിന് മുമ്പ് ഈ ഭൂമി മലയാളത്തിൽ എവിടെ ഉണ്ടെങ്കിലും അവരെ തപ്പിപ്പൊക്കി ഇവിടെ എത്തിക്കും. നിങ്ങൾ സമാധാനമായിട്ട് പോയാട്ടെ. ഇതിനിടയ്ക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാ ഞാൻ ശേഖര സാറിന്റെ വീട്ടിലോട്ട് വന്നേക്കാം. മക്കളെ കൊണ്ട് ഒരു ഉപകാരവും വേണ്ട, അതൊട്ട് പ്രതീക്ഷിക്കുന്നുമില്ല. പെണ്ണ് കേസിന് പോലീസ് സ്റ്റേഷന്റെ വരാന്തേ കയറുകയെന്ന് വെച്ചാ, അല്ല, ഇവനെ പറ്റി ഇതിനു മുമ്പ് ഒരു പരാതി ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നാ പിന്നെ സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങിയാട്ടെ. ഒന്നുമില്ലല്ലോ, നമ്മുടെ കൊച്ചന്റെ കൂടെ അല്ലയോ പോയിരിക്കുന്നത്.